പെരിയാർ ഹൗസിൽ നിന്നും കണ്ണ് തുറന്നതും കണ്ടത് ഈ കാഴ്ചയാണ് കേട്ടോ. എല്ലായിടവും ഫോഗ് മൂടി കിടക്കുന്നു. അവർ തന്നെ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, കുറേ ദിവസമായിട്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷം തോന്നി. വിൻഡോ തുറന്നപ്പോഴത്തേക്ക് 2 അതിഥികളും കൂടെ എത്തി. രാവിലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ക്രോസ് ബാർ ചെയ്തതിൻ്റെ ഫലം കണ്ടോ, അത് ഇല്ലായിരുന്നെങ്കിൽ അകത്ത് സുഖമായിട്ട് കയറാൻ പറ്റും. അതിന് ഫുഡ് വേണം. അപ്പോൾ അതിങ്ങനെ നോക്കി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 പഴം ഉണ്ടായിരുന്നു, അത് കൊടുക്കാമെന്ന് കരുതി. പഴം കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ വെപ്രാളം കണ്ടില്ലേ. രാവിലെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് തേക്കടിയിൽ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. വളരെ രസമാണ്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഒരു വല്ലാത്തൊരു വൈബാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കടിയിലേക്ക് പോവാം. തേക്കടി ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ മോർണിംഗായി, ഇനി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഡോറ് തുറന്നതും അടുത്ത ആൾ. എവിടെ തിരിഞ്ഞാലും മങ്കിയാണ്, എവിടെ തിരിഞ്ഞാൽ ഒരാളിൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞാൽ അതിനറിയാം കയ്യിലെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അതിങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. വല്ലാത്ത ശല്യമാണ് കേട്ടോ, വളരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്ത് കളയും. നമ്മൾ വിചാരിക്കും അത് ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരുന്നാലും തിരിച്ച് നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിക്കണം. സല്ലു ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് വന്നിട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ബുഫേ ആണ്, ബട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അലാക്കാർട്ടയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നൈറ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. ഇത് ഫ്രീ ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. നമ്മൾ റൂം എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റിനായി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് നോർമൽ എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലി, ദോശ, പൂരി അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും. ബ്രെഡ് ടോസ്റ്റ് എന്ത് വേണോ നമുക്ക് തരും അവർ. അവിടെയുള്ള എന്ത് വേണോ നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസ് ഉണ്ടാവും, ടീ ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം കഴിക്കാനായിട്ട് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ പിന്നെയും അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. അതിന് ഇതൊന്നുമില്ല, ലിമിറ്റേഷനൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണോ ഓർഡർ ചെയ്യാം, അവർ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇനി കുട്ടിയൊക്കെ സൈക്ലിംഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ, അവിടെ സാമ്പാടിയറൊക്കെ നിൽക്കുന്നത്, അതിൻ്റെ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ, നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ തേക്കടി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യും. തേക്കടിയിൽ
പെരിയാർ ഹൗസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് സ്റ്റേയുമാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. നിൽക്ക്. മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ് സൈക്കിൾ റെൻറ്റലിന് കൊടുക്കുന്നത്. അപ്പം നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോഴത്തേക്കും മണിക്കൂർ 20 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടൈമും പേരും ഒക്കെ കൊടുത്തിട്ട് വന്നാൽ വണ്ടി തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര മണിക്കൂറായി എന്നുള്ളത് നോക്കിയിട്ട് അവർ ചാർജ് ചെയ്യുള്ളൂ. വളരെ റീസണബിൾ റേറ്റ് ആണ്. കൊടുക്കുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലേ? വേണ്ട. Control yourself. Aman, just wait. അവരെല്ലാവരും സൈക്ലിങ്ങിലാണ്. അപ്പോൾ ഞാനിങ്ങനെ കാറും എടുത്ത് പിറകിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ആൾക്കുള്ള സൈക്കിൾ കിട്ടിയില്ല. നമുക്ക് എത്ര ടൈം വേണോ സൈക്കിൾ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്ത് പറ്റി? ബാക്കിൽ പറ്റില്ല. പൊക്കെ അവിടെ സ്കൂട്ടർ വേണം. ബൈ. സൈക്കിൾ ഓടിക്കാൻ ഈ സൈക്കിൾ നല്ലതാട്ടോ. പൊക്കോ കുഞ്ഞ്. നമ്മൾ താമസിക്കുന്ന പെരിയാർ ഹൗസിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് അവിടെ കളിക്കാനും ഒത്തിരി സ്ഥലം, ഒത്തിരി ഏരിയ ഉണ്ട്. അതാണ് ആരണ്യ നിവാസമായിട്ടുള്ള പ്രത്യേകത. കുട്ടികൾക്ക് വളരെ എന്താ പറയുക, കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവരൊത്തിരി നേരം സൈക്കിൾ ചവിട്ടി പിന്നീട് അടുത്തത് അവർ ക്രിക്കറ്റ് കളിക്കാനുള്ള എല്ലാം എടുത്തു കൊടുത്തു. അവർക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഫ്രീഡമാണ് അവിടെ. അവർ നല്ലതുപോലെ എൻജോയ് ചെയ്തു. ശരിക്കും അവർക്ക് വേറൊന്നും കാണുകയോ ഒന്നും വേണ്ടായിരുന്നു. ഈ കാട്ടിനകത്ത് തന്നെയുള്ളൊരു താമസം അവർ വളരെയധികം എൻജോയ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മങ്കീസൊക്കെ അവിടെ ഉണ്ട്. എപ്പോഴും മങ്കീസ് ചുറ്റിന് കൂടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത് ഇത് കാടാണ്, ഫുൾ കാടാണ്. അവിടെ ഒരു കനാൽ പോകുന്നുണ്ട്. ആ കനാലിലൂടെ വെള്ളം നമ്മുടെ തമിഴ്നാട് തേനിയിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നതാണ്. ആ കനാലിലൂടെ നമ്മുടെ പെരിയാറിലെ വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പുഴ പോലെയാണ്. അതിൻ്റെ അപ്പുറത്ത് കൊടുങ്കാടാണ്. അവിടെ നിറച്ച് ആനിമൽസൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഒരൊറ്റ പിടി ബാഗിൽ വന്നിട്ട് ഇല്ല, എനിക്കറിയില്ല. മാന്തിയൊന്നുമല്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കുരങ്ങൻ വന്നിട്ട്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിക്കും. അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ ബാഗിനെയും ക്യാമറയും തട്ടിപ്പറിച്ചു. ഭാഗ്യത്തിന് ക്യാമറ തെറിച്ച് താഴേക്ക് വീണു. ബാഗ് കിട്ടിയില്ല. ഞാൻ തോളത്തിട്ടിരുന്നതുകൊണ്ട് കുറച്ച് ബലം പിടിച്ചുകൊണ്ട് അതിന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി കുരങ്ങന്മാരൊത്തിരി ശല്യമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി. ബാക്കിലേക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്ക് നടക്കണമെങ്കിൽ ആരണ്യ നിവാസിൻ്റെ ബാക്കിലാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടം വരെ ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ട്.
രണ്ട് സൈഡിലും നല്ല കാടാണ്. അവിടെ ട്രെഞ്ചൊക്കെ ഉണ്ടെങ്കിലും ആനിമൽസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നത്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. ഇപ്പോൾ നടക്കാൻ നല്ല രസമാണ്. റോഡുണ്ട്, അധികം ശല്യമൊന്നുമില്ല. കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നടക്കാം, നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഈ സമയത്ത് അവിടെ ഈ പെരിയാർ ഹൗസിലും ആരണ്യനിവാസിലും താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നടക്കാനായിട്ട് അനുമതിയുള്ളൂ. 5 മണിയാകുമ്പോഴത്തേക്ക് ബോട്ടിങ്ങൊക്കെ കഴിയും, എല്ലാവരും പോവും. ഇത് ഈ ബസ്സിനും ബോർഡ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് നിൽക്കാനായിട്ട് കെട്ടിയിരിക്കുന്ന ഒരു സ്പേസാണ് കേട്ടോ. അതായത് ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് ബസ്സിൽ കയറി പോവാം, അങ്ങനെയൊരു സ്പേസാണ്. പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് നമ്മുടെ പുതിയൊരു ക്യാൻറ്റീനോ, കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നപ്പോൾ അതിൻ്റെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം കംപ്ലീറ്റ് ആയെങ്കിലും അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോവിഡൊക്കെ കാരണം ഗസ്റ്റുകളൊന്നും 8 മാസം ഇത് ക്ലോസ്ഡ് അല്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോഴും അത് വർക്കിംഗ് അല്ല. അപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങി പോവാം. റൈറ്റിലേക്ക് പോകുന്നത് ആരണ്യനിവാസിലേക്കുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണ്. കുറച്ച് മേലോട്ട് കയറി പോകണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ആരണ്യനിവാസിൻ്റെ ബാക്കിലെ ഗേറ്റാണ്. ഇവിടെ നിന്ന് അവർക്ക് പ്രൈവറ്റായിട്ടൊരു വഴിയുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്, ബോട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പ്രത്യേകം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഒരു 5 മണി സമയം ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആരും ഉണ്ടാവാറില്ല കേട്ടോ. ആ ഏരിയയിൽ ഇവിടെ പെരിയാർ ഹൗസിൽ താമസിക്കുന്നവരും ഈ ആരണ്യനിവാസിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അവിടെ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ ആരെയും അതിനകത്ത് കയറ്റില്ല. ഇതുവഴിയൊക്കെയാണ് ബോട്ടിലേക്ക് പോവേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ബോട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സ്പേസ് കൂടെ, അത് തിരക്ക് കൂടുമ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്ന് പോകേണ്ടത്. അത്ര തിരക്കില്ലാത്ത സമയത്ത് അത്ര പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ കയറുമ്പോഴത്തേക്ക് എന്താ പറയുക, ബൈനോക്കുലറൊക്കെ വേണമെങ്കിൽ അവർ നമുക്കിവിടെ നിന്ന് റെൻറ്റിന് എടുത്തിട്ട് ബൈനോക്കുലർ കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു ഗാർഡൻ പോലെയാണ്. കുറച്ച് നമുക്ക് ഇരിക്കാനൊക്കെ അവിടെ സ്പേസ് ഉണ്ടാവും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചയൊക്കെ കാണാം. എന്താ പറയുക, ആ തടാകം നന്നായിട്ട് കാണാം നമുക്ക്. അവിടെ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് അതൊരു ലേക്ക് പാലസിൻ്റെ ഏരിയയാണ്. നമുക്കത് അങ്ങോട്ടേക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല ഈ സമയത്ത് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. ഈ സമയമാകുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആനയൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരും. ആന, അതുപോലെ തന്നെ കാട്ടുപോത്ത്, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് അപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ ഈ കാണികൾ, അതായത് നമ്മുടെ ട്രൈബ്സൊക്കെ ഉണ്ടല്ലോ, അവർ അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവരുടെ വഞ്ചിയൊക്കെ തുഴഞ്ഞ് പോകുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരം പോകുന്ന അറിയത്തില്ല കേട്ടോ. Rasayyo Raja Rasayaro Rajakumara Rasayyo Raja Rasayaro Rajakumara Illi mullo naraga mullo Sheshambaga mama naraga to vo 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 Illi mullo naraga mullo Sheshambaga mama naraga to vo 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 Rasayyo Raja Rasayaro Rajakumara Rasayyo Raja Rasayaro Rajakumara Rasayyo Raja Rasayaro
അവിടെ ഇരുന്നിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഓരോ കാഴ്ചകളിങ്ങനെ കണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പം 6 മണിയായി. 6 മണി കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഇരിക്കാൻ പാടില്ല. ചില സമയത്തൊക്കെ സെക്യൂരിറ്റി വന്ന് പറയും, കയറി പോകാനായിട്ട് പറയും, റൂമിലോട്ട് കയറാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് ആനിമൽസൊക്കെ പുറത്തോട്ട് വരുന്നത് കേട്ടോ. അവിടെ തൊട്ടടുത്ത് ട്രെഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആനിമൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരണി നിവാസിലാണെങ്കിൽ പെട്ടെന്ന് കയറി പോവാം. പെരിയാർ ഹൗസിലേക്കാണെങ്കിൽ ഇനിയും നടക്കണം, ഒരു 3/4 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ, നേരം നല്ലതുപോലെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് ടെൻഷനിലാണ്, എന്തെങ്കിലും ആനിമൽസൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ചിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ നടന്ന് പോവേണ്. ലൈറ്റൊക്കെ അടിച്ച്, എല്ലാവരുടെ കയ്യിലും ടോർച്ചൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലൈറ്റൊക്കെ അടിച്ചാണ് പോകുന്നത്. അല്ല കുറുക്കായി ഇതെന്താ എത്താത്തെ? ഞാൻ പറഞ്ഞല്ലോ, ഈ രാത്രി ആകുമ്പോഴത്തേക്കും ആനിമൽസ് ഒത്തിരി വരാറുണ്ട് കേട്ടോ, പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. അപ്പോഴാണ് നമ്മൾ കുറച്ച് കുറുക്കന്മാർ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വന്നത്. നൈറ്റായി, ആരെയും കാണുന്നില്ല, പേടിച്ചിട്ടാണ് നടക്കുന്നത്. നല്ല ഇരുട്ടും, ലൈറ്റ് അടിക്കുന്ന, നമ്മൾ ടോർച്ച് അടിക്കുന്നിടത്ത് മാത്രമുണ്ട് വെളിച്ചം. വളരെ പേടിച്ചിട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു 3-4 കുറുക്കന്മാർ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടു. ആകെ അപ്സെറ്റായിപ്പോയി. അവരങ്ങോട്ട് ഓടിച്ചിട്ട് ഓടുന്നുമില്ല. കുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കമ്പ് തൊട്ടടുത്തുനിന്ന് എടുത്തിട്ട് അതിനെ പായിക്കാനായിട്ട് നോക്കി. അപ്പോൾ അതങ്ങ് പോയി കേട്ടോ, ഭാഗ്യത്തിന് പോയി. ലൈറ്റൊക്കെ അടിച്ച ആൾക്കാരുടെ ബഹളമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പെട്ടെന്നൊരു ബൈക്ക് പാസ് ചെയ്തു, അവിടുത്തെ സ്റ്റാഫ് ആരോണ്. ബൈക്ക് പാസ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് പോയിന്ന് തോന്നണു, അനക്കം കേട്ടപ്പോഴത്തേക്ക് അതങ്ങ് പോയിന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ഈ കുറുക്കന്മാരൊക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് കളയും കേട്ടോ. ഭാഗ്യത്തിന് ഈ തടിയൊക്കെ, ഒരു കയ്യിലൊരു തടിയാണ് കിട്ടിയത്, പെട്ടെന്ന് അതിനെ എടുത്തിട്ട് വീശിയപ്പോഴത്തേക്ക് അതങ്ങ് പോയി കേട്ടോ, ഭാഗ്യമുണ്ട്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും പെരിയാർ ഹൗസിൽ നമ്മൾ കയറി. എന്നിട്ടും അവരുടെ അലച്ചിൽ നിൽക്കുന്നില്ല. ഇതിനിടയിലാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ച് പറഞ്ഞത്, അതിൻ്റെ പിറകിൽ കുറച്ച് മുള്ളം പന്നികൾ വന്ന് നിൽപ്പുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അവരെന്തെങ്കിലും ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുള്ളം പന്നിയെ കാണാനായിട്ട് പിന്നീട് പോയി. അപ്പോൾ അതവിടെ സ്ഥിരം വരുന്നതാണ്, ഒരു 3 എണ്ണം ഉണ്ട്. അതെപ്പോഴും അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം അതിനെ കണ്ടുകൊണ്ട് നിന്നു. നമ്മൾ പോയ ദിവസം തമ്പുരാട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ലേക്ക് പാലസിൽ. തമ്പുരാട്ടി ലേക്ക് പാലസിലുണ്ടായിരുന്നു. അവരുടെ ഡ്രൈവർ ഇവിടെ പെരിയാർ ഹൗസിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ കുട്ടികൾ അവിടെ കുറച്ച് കളിയും ഇതായിട്ടൊക്കെ നിന്ന് ആ നൈറ്റ് നമ്മൾ കഴിച്ചു കൂട്ടി. വളരെ ശരിക്കും കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. നല്ല പേടിച്ചു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എനിവേ, ഇനി ഡിന്നറൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള ഭക്ഷണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്.